ആര് വന്നാലും ഒരുപോലെയാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ആരാ ഇപ്പൊ നല്ല രീതിയിൽ ഭരിക്കുന്നത് ആരാ? ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നു. വീണ്ടും ആരും രണ്ടുപേരും വരട്ടെ, രണ്ട് ടീം വരണ്ട, BJP പുതിയ ആള് വരട്ടെ. എന്റെ അഭിപ്രായത്തിൽ എന്തായാലും LDF ഭരിക്കേണ്ടെന്നായിരിക്കും ഞാൻ പറയുന്നത്. പഠിച്ചതുമില്ല, പിടിച്ചതുമില്ല, കൊടുത്തതുമില്ല, മാറ്റതുമില്ല, ഒന്നുമില്ല. ഇപ്പൊ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റയെണ്ണം നമുക്ക് സഹായിക്കാനില്ല. പാർട്ടി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നവനാണ്. ഇനി കോൺഗ്രസ് കയറിയാൽ വീണ്ടും ഖജനാവ് കാലിയാവും, അതിന് യാതൊരു സംശയവും. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് തിരുവനന്തപുരത്താണ്. വീണ്ടും ഒരു ഇലക്ഷൻ കാലം കൂടി കടന്നു വന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടുത്ത 5 വർഷം നമ്മളെ ആര് ഭരിക്കണം എന്ന ചോദ്യമാണ് സേഫ് ഗാർഡ് ജനങ്ങളോട് ചോദിക്കുന്നത്. ഉത്തരം പറയേണ്ടത് വോട്ടേഴ്സായ പൗരന്മാർ ആണല്ലോ. അവർ മറുപടി നൽകട്ടെ. ചേട്ടാ, ഇലക്ഷൻ വരികയാണ്. ഇനി ആര് ഭരിക്കണമെന്നാണ് ആഗ്രഹം? എനിക്കത് പറയാൻ ഒക്കില്ല. എന്താ അടുത്ത വർഷം എല്ലാവരും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റയെണ്ണം നമുക്ക് സഹായിക്കാനില്ല. പാർട്ടി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നവനാണ്. CIT-ൻ്റെ ഞാൻ അവിടെ നിന്ന് വിട്ടു. അത് വിട്ടു. ഞാനിതാ ഇവിടെ സംയുക്ത ട്രേഡ് യൂണിയൻ അങ്ങനെ നിൽക്കുന്നു. അവരിലും അതുപോലെയൊക്കെ തന്നെ. നമ്മളതൊന്നും പറയുന്നില്ല. എന്നാലും അടുത്ത 5 വർഷം ആര് വരണം? ആര് വന്നാലും നമുക്ക് ഇവിടെ ഒരുപോലെയാണ്, തുല്യമാണ്, ഒരു ഫലമില്ല. ഇലക്ഷൻ വരാൻ പോവാണ്. വോട്ടുണ്ടോ? ആര് വരണമെന്ന് ആഗ്രഹം? ഏത് സെക്ഷൻ? LDF, UDF, NDA? ഞാൻ ഒന്നിനും വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് അതിന് അഭിപ്രായമില്ല. ആര് വന്നാലും നല്ലത് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഉള്ളവരെങ്ങനെയുണ്ട്? നല്ലതാണോ ചീത്തയാണോ? എനിക്കറിയത്തില്ല. നമ്മുടെ ജീവിതമല്ലേ. ഇപ്പൊ ഉള്ളത് നല്ലതാണോ ചീത്തയാണോ? ആര് വന്നാലും ഒരുപോലെയാണ് സത്യം പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ആരാ ഇപ്പൊ നല്ല രീതിയിൽ ഭരിക്കുന്നത് ആരാ? അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ ഉന്നത പദവികളിൽ കയറി ഇരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും എല്ലാവരും കണക്കാണ്. എല്ലാവരും കണക്കാണ്. അടുത്ത 5 വർഷം ഇങ്ങനെ പോയാൽ മതിയോ? അടുത്ത 5 വർഷം ഇങ്ങനെ പോയാൽ മതിയോ? ഞാൻ എന്തായാലും വോട്ടിടത്തില്ല. ജനാധിപത്യ അവകാശമല്ലേ? ഞാൻ വോട്ടിടത്തില്ല. പ്രതിഷേധം രേഖപ്പെടുത്തത്തില്ല. നോട്ട ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ ആർക്കെങ്കിലും എന്തായാലും വോട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ താല്പര്യമില്ല. വീണ്ടും വരണമെന്ന് ആഗ്രഹമില്ല. വീണ്ടും ആരും രണ്ടുപേരും വരട്ടെ, രണ്ട് ടീം വരണ്ട, BJP പുതിയ ആള് വരട്ടെ. പുതിയ ആള് വരണം, അതാണ് നല്ലത്. ഓക്കെ, BJP വരട്ടെ, NDA വരട്ടെ. NDA വരണം. പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം പെട്ടെന്നൊന്നും വരാൻ പറ്റൂലെങ്കിലും കുറച്ച് സീറ്റുകൾ കിട്ടണം. അത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു നിർണായക ശക്തിയായി മാറണം. അടുത്ത വർഷം ഭരണം കിട്ടണം. ഓക്കെ, ഇതാണ് അഭിപ്രായം. എന്റെ അഭിപ്രായത്തിൽ എന്തായാലും LDF ഭരിക്കേണ്ടെന്നായിരിക്കും ഞാൻ പറയുന്നത്. കാരണം 10 വർഷം അവർ ഭരിച്ചിട്ട് അങ്ങനെ വലിയ വികസനം ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് അഴിമതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും BJP അല്ലെങ്കിൽ UDF വരാനാണ് എനിക്ക് ആഗ്രഹം. അടുത്ത 5 വർഷം UDF വരണം. എന്താ കാര്യം? ഭരിക്കണമെന്നാണ് തോന്നുന്നത്. അല്ല, അവരാണ് നല്ലത്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ കാരണമില്ല. അവര് മതി. ഇതും അടുത്തോ? എന്നെ അങ്ങനെയൊന്നുമില്ല. UDF കാരനാണ്. അങ്ങനെയല്ല, ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നു. അതിനുള്ള സാഹചര്യം ഉണ്ട് ഇപ്പോൾ. BJP വരണമെന്നാണ് ആഗ്രഹം. BJP വരണം. എന്തുകൊണ്ടാണ് ആഗ്രഹം? കാരണം കാണുമല്ലോ, നിലവിലുള്ളത് മോശമാണ്. അങ്ങനെയൊന്നുമല്ല, എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. BJP മതി. എന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് തന്നെ വരണം. എന്താണ്? കാരണം അവരാണ് കുറച്ച് സഹായം ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് തന്നെ വരണമെന്നാണ്. കമ്മ്യൂണിസ്റ്റ് തന്നെ വരണം. ഇന്ന ആൾ വരണമെന്നില്ല. ആര് വന്നാലും നല്ല കാര്യം ചെയ്യണം, അത്ര തന്നെ. ആര് വന്നാലും എല്ലാവരും ചെയ്യണം. ഇപ്പം ഇരിക്കുന്നവരെങ്ങനെയുണ്ട്? എല്ലാവരും ചെയ്യുന്നവരാണോ? ഇനിയപ്പോൾ അവർ ഒരിക്കലും നല്ല കാര്യം ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒന്നും അഭിപ്രായമില്ല. രാഷ്ട്രീയമില്ല. ആരെങ്കിലും വന്നാൽ മതി. ചെയ്തിട്ട് നല്ല കാര്യം ചെയ്യണം, അത്ര. ചേച്ചി, അടുത്ത ഇലക്ഷൻ വരികയാണ്. ഏത് പാർട്ടി വരണമെന്നാണ് ആഗ്രഹം? കോൺഗ്രസ് വരണം. ഇത് LDF വരണ്ട. അതുകൊണ്ട് കോൺഗ്രസ്. ഓക്കെ, ഇപ്പൊ ജീവിക്കാൻ വയ്യ. മോശമാണ്. പഠിച്ചതുമില്ല, പിടിച്ചതുമില്ല, കൊടുത്തതുമില്ല, മാറ്റതുമില്ല, ഒന്നുമില്ല. ഇപ്പൊ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷൻ വന്നതാണ്, ഞാൻ പോയില്ല. ഓക്കെ. അപ്പോൾ UDF വരണം. ആരാ വരട്ടെ സാറേ, ആര് വന്നാലും നമ്മൾ ഈ 10 കൈ ഇങ്ങനെ പാടുപെട്ടാലേ ജീവിക്കാൻ ഒക്കുള്ളൂ. ആര് വന്നാലും ഒരുപോലെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റം ഉണ്ടാവാൻ വെച്ചാൽ UDF LDF
UDF LDF ആണല്ലോ എല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവർ മാറട്ടെ എന്ന് അവര് മാറട്ടെ എന്നുള്ളതല്ല, അവര് മാറട്ടെ എന്നുള്ളതല്ല, മറ്റേ ഈ രീതി തന്നെ ഇപ്പം കോർപ്പറേഷൻ അവരുടെ കയ്യിലായി, NDA കയ്യിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്രയും നാളില്ലാത്തതാണ്. 47-50 വർഷം കൊണ്ട് LDFന്റെ കയ്യിലിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ അങ്ങനെ പോയിരിക്കുന്നു. ആ മാറ്റം കേരളത്തിൽ മൊത്തം ഉണ്ടാവട്ടെ എന്നാണ്. കേരളത്തിൽ മൊത്തം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇത്തവണ സാധ്യത കുറവാണ്. അടുത്ത തവണത്തേക്ക് ശ്രമിക്കാം. അങ്ങനെയല്ല, അത് ഓരോ രീതി കാണുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അതെ LDFിലും അത് ഭൂരിപക്ഷത്തോടി LDF വീണ്ടും വരും. ശക്തമായ ഭൂരിപക്ഷത്തോടി വീണ്ടും അധികാരത്തിൽ വരും. അതാണ് ആഗ്രഹം. അത് തന്നെയാണ് ഞാൻ മാറ്റം. അതേ നടക്കൂ. അങ്ങനെ കാണുന്നില്ല. നാട്ടുകാർക്ക് ഇപ്പൊ ജലപാത ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് അതൊക്കെ ഒരു വലിയൊരു സംഭവമാണ്. ഭാവിയിൽ അത് ഈ ജലപാത കാസർഗോഡ് വരെ വരികയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ചരക്ക് ഗതാഗതം, ടൂറിസം എല്ലാത്തിനും നല്ലൊരു ഡെവലപ്മെന്റ് ആവും. ചേച്ചി എന്താണുള്ള സമരം? അതെ, ഞാൻ കൊട്ടാരക്കര കോക്കാട് ഒരു അഗതി ഭവനത്തിൽ വൊക്കേഷണൽ ട്രെയിനായിട്ട് വർക്ക് ചെയ്തു. ഇതാണ് വൊക്കേഷണൽ ട്രെയിനായിട്ട് വർക്ക് ചെയ്ത എൻ്റെ ID പ്രൂഫ്. അപ്പോൾ 7500 രൂപ ശമ്പളവും എൻ്റെ ഭിന്നശേഷി പെൻഷനും അക്കൗണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ കുറേ കാലം ഒരു ബുക്കേൽ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് അവർ ഒപ്പിട്ട് പൈസ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സർക്കാർ ചെക്കിങ് വന്നപ്പോൾ എൻ്റെ പാസ്ബുക്ക് വഴിയെ നടക്കാൻ പാടുള്ളൂ പറഞ്ഞ് അപ്പം തന്നെ അവർക്ക് എന്നെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഒരാളോട് ഞാൻ ചോദിക്കുന്നത്, അടുത്ത ഭരണം ആരുടേതായിരിക്കണം? പക്ഷേ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾക്ക് UDF സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് 14 മാസത്തെ വികലാംഗ പെൻഷൻ ഞങ്ങൾക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഒന്നിച്ച് തന്നു തീർത്തത് LDF സർക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി കോൺഗ്രസ് കയറിയാൽ വീണ്ടും ഖജനാവ് കാലിയാവും, അതിന് യാതൊരു സംശയവും ഇല്ല. കാരണം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ഇതിലൂടെ പോകുന്ന ശിവകുമാർ സാറൊക്കെ മിന്നിങ്ങാന്ന് ഇതിലൂടെ അഴിഞ്ഞാടിയത് ഞങ്ങൾ കണ്ടു. ഇവരും മുൻപ് മന്ത്രിയായിരുന്നവരല്ലേ? നാണമില്ല ഇങ്ങനെ അറിഞ്ഞാടാൻ? ഇവര് ഭരിച്ചാലും ഇവര് തിരിച്ചു കയറിയാലും ഇവരും ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? പിന്നെ പട്ടിയിട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിക്കുകയില്ല. എന്തിനാണ് ഈ വിരോധാഭാസം? അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലേ? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, LDF സർക്കാർ തന്നെ വരണം, അവരെ വരാവൂ. കാരണം കുറേയും കൂടെ നല്ലത് ചെയ്യാൻ അവർക്ക് പറ്റും. ഇവർ കയറി വീണ്ടും കുളവാക്കാൻ യാതൊരു സംശയവും ഇല്ല. അടുത്ത തവണ നമ്മളെ ആര് ഭരിക്കണം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്ത് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് അന്വേഷിച്ചത്. ഉത്തരങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു നഗരത്തിൽ ഇതേ ചോദ്യവുമായി വീണ്ടും കാണാം. താങ്ക്